നമുക്ക് വീണ്ടും വന്നിട്ടുള്ളത് ഒരു ഇന്നോവയാണ് കേട്ടോ. 2010 മോഡൽ ഇന്നോവയാണ്. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുണ്ട്. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വണ്ടി നമുക്ക് പുത്തൻപള്ളി ഭാഗത്തുനിന്നൊരു വണ്ടിയാണ്. മെയിൻലി നോക്കുമ്പോൾ നമുക്ക് ഫേസ് ലിഫ്റ്റ് ആണ് വർക്ക്. നിലവിൽ നമുക്ക് ആ ഒരു ടൈപ്പ് 2 കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫ്രണ്ട് രണ്ടും മാറ്റാനുണ്ട്, ബോണറ്റ് മാറ്റണം, ഹെഡ് ലാമ്പ്, ബമ്പർ, ഗ്രില്ല്, ബോണറ്റ് ഗാർണിഷ്, ഫോഗ് ലാമ്പ് ആൻഡ് ദെൻ ഫോഗ് ലാമ്പിൻ്റെ കവേഴ്സൊക്കെ മാറാനുണ്ട്. ഒരു വണ്ടിയിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് അല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഓയി വരുന്ന സ്റ്റോക്ക് ഹെഡ് ലാമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും കുറേ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഷോർട്ടാക്കി പറഞ്ഞത്. കാരണം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ മാറാനുള്ളത്. സൈഡ് പോർഷനിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് 4 എന്ന സ്കേർട്സ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു മിറർ കവർ ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും കേട്ടോ. കാരണം ഇത് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും. പിന്നീട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഡോർ വൈസർ നമുക്ക് ചിലപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവും. അതേപോലെ തന്നെ വീൽ കപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ റിയർ പോർഷനിലേക്ക് വരുമ്പോൾ സ്പോയിലറാണ്. സ്പോയിലർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, സ്പോയിലർ മാറുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വൈപ്പർ ബ്ലേഡും ആമും നമ്മൾ മാറുന്നുണ്ട്. ഈ ഒരു ഗാർണിഷ് കണ്ടോ, ഇത് നമുക്ക് ടൈപ്പ് 4 വരുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള ഡിക്കി ഗാർണിഷാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ടൈലാംസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഫാൻസിയിലെ നമ്മൾ ആ ഓയി ടൈപ്പ് ടൈലാംസാണ്. ബമ്പർ നിലവിൽ ടൈപ്പ് 2ലും അതേപോലെ തന്നെ ടൈപ്പ് 3 ടൈപ്പ് 4 ഒക്കെ ഏകദേശം ഒരേ ബമ്പേഴ്സാണ് റിയറിൽ വരുന്ന ബമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, റിയർ ബമ്പർ മാറ്റേണ്ട, പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. കാരണം കുറച്ച് ക്രാക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ റിയർ ബമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ സ്കേർട്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ആ ടൈപ്പ് 4 ഇൻസ്റ്റാളേഷൻ മാത്രമാണ് കേട്ടോ. നമ്മൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡോ ടൈലൊന്നുമില്ല, നോർമൽ സിമ്പിളായിട്ട്, അതായത് ആ ഒരു കമ്പനി കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് 4 ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ് നമ്മൾ ഈ വണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്ത സമയത്ത് തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫേസ് ലിഫ്റ്റാണ്. നമ്മൾ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തു. പക്ഷേ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഡീക്രോം ചെയ്തിട്ടില്ല. നമ്മൾ ക്രോമിലാണ് കംപ്ലീറ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് ഒന്നും നമ്മൾ ചെയ്തില്ല. നമ്മളൊരു ഓയി കണ്ടീഷനിലാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ട് ലുക്കിൽ നമ്മൾ നമ്പർ പ്ലേറ്റ്സും ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു സൈഡ് മിറർ ആ ഒരു OEM പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊരു വൈറ്റ് കളർ, നമുക്കൊരു ആ ഒരു കവർ ഉണ്ടായിരുന്നു ക്രോം, നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 6 പീസ് ഡോർ വൈസർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് സ്കേർട്ട് നമ്മൾ ആ ഒരു കിച്ചൺ സൈഡ് സ്കേർട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീൽ കവറും നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.
റിയറിൽ നോക്കുമ്പോൾ നമ്മൾ സ്പോയിലർ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, അതേപോലെ തന്നെ റിയർ വൈപ്പർ നമ്മൾ ആ ഒരു ഫോർച്യൂൺ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡിക്കി ഗാർണിഷ് അത് നമ്മൾ ആ ഒരു ഗാർണിഷ് നമ്മൾ ക്രോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. നമ്പർ പ്ലേറ്റ്സ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, നമ്മൾ ആ ഒരു ഐഡൻറ്റി ടൈപ്പ് ലീഗൽ ടൈപ്പ് നമ്പർ പ്ലേറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ റിയർ ബമ്പർ മാറ്റിയിട്ടുണ്ട്. റിഫ്ലക്ടർ നമ്മൾ ആ ഒരു OE ടൈപ്പ് റിഫ്ലക്ടറാണ് കൊടുത്തത്. ടൈൽ ലാമ്പ് നമ്മൾ ആ ഒരു OE ടൈപ്പാണ്. പിന്നീട് നമ്മൾ ജസ്റ്റ് ഒരു ആൻഡ്രോയിഡ് ഇത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഷോർട്സ് ഞാൻ താഴെ കാണിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ വലിയൊരു ഹെവി ആയിട്ടല്ല, സ്റ്റാൻഡേർഡ് ആയിട്ട് മാക്സിമം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ വണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നീട് നമ്മൾ മാറിയ പോർഷൻസ് മാത്രമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് പോളിഷ്, ഇത്രയും വർക്ക്സ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ഓൾ.